നമസ്കാരം. അസുരന്മാരെ നിഗ്രഹിക്കാൻ ദേവന്മാർക്കും ദേവിമാർക്കും തുണയായി അവതാരമെടുത്ത സപ്തമാതാക്കളെപ്പറ്റി ഋഗ്വേദത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും മത്സ്യപുരാണത്തിലും പരാമർശങ്ങളുണ്ട്. സ്ത്രീകളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളതും സപ്തമാതാക്കൾ പൂജിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നുമായ തഞ്ചാവൂരിലെ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ദേവനായകി സമേത ചക്രവാകേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തഞ്ചാവൂർ കുംഭകോണം വഴിയിൽ അയ്യമ്പേട്ട എന്ന പ്രദേശത്തിനടുത്ത് ചക്രാപ്പള്ളി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ചക്രവാകേശ്വരർ എന്ന നാമത്തിലും ദേവി പാർവതി വേദനായകി എന്ന നാമത്തിലും അരുൾ ചൊരിയുന്നു. പ്രധാനമായും സപ്തമാതാക്കൾ ശിവഭഗവാനെ പൂജിച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. പുരാണങ്ങളിൽ ഇന്ദ്രന്റെ മകൻ ജയന്തനും ദേവാദികളും ഭഗവാനെ ഇവിടെ പൂജിച്ചതായും കുബേരൻ ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പൂജിച്ച് ശംഖനിധി പത്മനിധി എന്നിവരെ ലഭിച്ചതായും ശ്രീമൻ മഹാവിഷ്ണുവിന് തന്റെ സുദർശന ചക്രം തിരിച്ചു കിട്ടിയ സ്ഥലമാണിതെന്നും ഐതിഹ്യമുണ്ട്. ഒരു ശാപത്തിനാൽ ചക്രവാകപ്പറവിയായി മാറിയ ബ്രഹ്മദേവൻ ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയതിനാൽ ഈ പ്രദേശം ചക്രാപ്പള്ളി എന്നും ഭഗവാൻ ചക്രവാകേശ്വരർ എന്നും അറിയപ്പെട്ടു. തിരുവേഴിമിഴലയിൽ വെച്ചാണ് ശ്രീമൻ മഹാവിഷ്ണുവിന് സുദർശന ചക്രം തിരിച്ചു കിട്ടിയതെന്നും ഇവിടെ ശ്രീപാർവതിയെയാണ് ഭഗവാൻ സുദർശന ചക്രം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചത് എന്നും പറയപ്പെടുന്നു. പങ്കുനി മാസം സങ്കടഹര ചതുർത്ഥിയിൽ സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്ന പുണ്യക്ഷേത്രമാണിത്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 17ാമത്തേതും ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 134ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ കുറിച്ച് പതികം പാടിയിരിക്കുന്നു. തെൻകുടിത്തിട്ടെ സന്ദർശിച്ച ശേഷം തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലും വന്നിരുന്നതായി സൈക്കിഴാർ പെരിയ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി തന്റെ തിരുപ്പുകളിൽ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. മുമ്പുകാലത്ത് ചക്രാപ്പള്ളി എന്ന ഈ പ്രദേശം വലിയൊരു ഗ്രാമമായിരുന്നു. ചക്രാപ്പള്ളിയിൽ സപ്തമാതാക്കൾ വഴിപാടും അധികമായിരുന്നു. മഹിഷാസുരനെ വധിക്കാൻ ആദിപരാശക്തിക്ക് തുണയായി നിന്നവരാണ് സപ്തമാതാക്കൾ എന്ന സപ്തകന്യകകൾ. ബ്രഹ്മാവിന്റെ ശക്തിയായ ബ്രാഹ്മി, മഹേശ്വരന്റെ ശക്തിയായ മാഹേശ്വരി, മുരുകന്റെ ശക്തിയായ കൗമാരി, മഹാവിഷ്ണുവിന്റെ ശക്തിയായ വൈഷ്ണവി, വരാഹരുടെ ശക്തിയായ വാരാഹി, ദുർഗയുടെ ശക്തിയായ ചാമുണ്ഡി, ഇന്ദ്രന്റെ ശക്തിയായ ഇന്ദ്രാണി എന്നിവരാണ് സപ്തമാതാക്കൾ. ഈ സപ്തമാതാക്കൾ സപ്തസ്ഥലങ്ങളിൽ തനിത്തനിയെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് 7 വിധത്തിലുള്ള ദർശനം സാധിച്ച് മുക്തിയടഞ്ഞു. ഈ 7 ക്ഷേത്രങ്ങൾ ചക്രാപ്പള്ളി സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ അഥവാ സപ്തമംഗ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു. സ്ഥലങ്ങളെ ലോപിച്ച് അവസാനം മംഗെ എന്ന് വരുന്ന തരത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. സപ്തമാതാക്കളും അവർ പൂജിച്ച ക്ഷേത്രങ്ങളും ഇവയാണ്: ചക്രമംഗെ ബ്രാഹ്മി ചക്രാപ്പള്ളി ചക്രവാകേശ്വരർ കോവിൽ, അരിയമംഗെ മാഹേശ്വരി അരിയമംഗെ ഹരിമുക്തീശ്വരർ കോവിൽ, ശൂലമംഗെ കൗമാരി ശൂലമംഗലം കീർത്തിവാകേശ്വരർ കോവിൽ, നന്ദിമംഗെ വൈഷ്ണവി നല്ലിച്ചേരി ജംബുകേശ്വരർ കോവിൽ, പശുപതിമംഗെ വാരാഹി പശുപതിമംഗലം പശുപതീശ്വരർ കോവിൽ, താഴമംഗെ ഇന്ദ്രാണി താഴമംഗലം ചന്ദ്രമൗലീശ്വരർ കോവിൽ, പുള്ളമംഗെ ചാമുണ്ഡി തിരുപ്പുള്ളമംഗെ ആലന്തുറനാഥർ കോവിൽ. ചക്രാപ്പള്ളി ചക്രവാകേശ്വര ക്ഷേത്രത്തിൽ സപ്തമാതാക്കളിൽ ബ്രാഹ്മി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ ത്രിനേത്ര ദർശനം കിട്ടി മോക്ഷമടഞ്ഞു. നവരാത്രി 1-ാം ദിവസം ഇത് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ഇതേപ്പറ്റി അറിഞ്ഞ പാർവതീദേവി ഈ സപ്തസ്ഥലങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു. ചക്രാപ്പള്ളിയിൽ ശിവനേത്ര ദർശനവും, അരിയമംഗയിൽ ഗംഗാ ദർശനവും, പശുമംഗയിൽ ഉടുക്ക് ദർശനവും, താഴമംഗയിൽ നാഗദർശനവും, ശൂലമംഗയിൽ ത്രിശൂല ദർശനവും, നന്ദിമംഗയിൽ തൃപ്പാദ ദർശനവും, പുള്ളമംഗയിൽ ഹാലകാല വിഷത്തെ ഭഗവാൻ അമൃതാക്കി മാറ്റിയ ദർശനവും പാർവതീദേവിക്ക് സിദ്ധിച്ചു. ഒരു സ്ത്രീയുടെ ജീവിതത്തെ ജനനം മുതൽ മരണം വരെ 7 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ആ ഘട്ടങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര സ്ഥലമാണ് ഈ സപ്തമംഗ ക്ഷേത്രങ്ങൾ എന്നാണ് പറയുന്നത്. വേറൊരു ഐതിഹ്യം: തീവ്ര ശിവഭക്തരായ നാദശർമ്മ അനവിദ്യ ദമ്പതികൾ കാശിയിൽ നിന്ന് രാമേശ്വരം പോകുന്ന വഴി ഈ പ്രദേശത്ത് താമസിച്ചു. രാത്രി അവരുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സപ്തമാതാക്കൾ പൂജിച്ച സപ്തസ്ഥലങ്ങളിലേക്ക് കണ്ണാടിപ്പല്ലക്കിൽ ചക്രവാകേശ്വരരെയും ദേവനായകിയെയും എഴുന്നള്ളിക്കാൻ ഉത്തരവിട്ടു. അപ്രകാരം പങ്കുനി ഉത്രം കഴിഞ്ഞു വരുന്ന ചിത്ര നക്ഷത്രത്തിൽ 7 ക്ഷേത്രങ്ങളിലേക്കും ഭഗവാനെയും ദേവിയെയും എഴുന്നള്ളിച്ച് പിറ്റേന്ന് ചോതി നക്ഷത്രത്തിൽ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിച്ച അവരുടെ ഭക്തിയിൽ സംപ്രീതനായി ഭഗവാൻ അവർക്ക് മോക്ഷപ്രാപ്തി അരുളി. ഇന്നും ചിത്ര തിരുവിഴയ്ക്ക് ഭഗവാനും ദേവിയും ബ്രഹ്മാണ്ഡ കണ്ണാടി പല്ലക്കിൽ 7 ക്ഷേത്രങ്ങളിലേക്കും പുറപ്പെട്ട് അയ്യൻപേട്ടെ മതകടി ബസാറിന് അരികിൽ ഞാച്ചിയമ്മൻ കോവിലിന് മുമ്പിൽ ദേവിക്ക് ബൊമ്മപ്പൂ ചൊരിയുന്ന ചടങ്ങ് നടത്തുന്നു. സപ്തസ്ഥാന ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണിത്. ജീവിതത്തിൽ എത്ര ഏറ്റയിറക്കങ്ങൾ വന്നാലും ഒടുവിൽ ശരണമടയുന്നത് ദേവീപാദത്തിലാണ് എന്നതാണത്രേ ഈ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്തസ്ഥാന വിഴ തുടങ്ങുന്ന ദിവസം ഗോപുര ദർശനം ചെയ്ത് ഉത്സവത്തിൽ പങ്കെടുത്താൽ നിലം, വീട്, സ്വത്ത്, ജോലി എന്നിങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും രാജഗോപുരമില്ലാതെ വലിയ പ്രവേശന കവാടത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന അരുൾമിகு ദേവനായകി സമേത ചക്രവാകേശ്വരർ തിരുക്കോവിൽ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ചോളരാജാക്കന്മാർ നിർമ്മിച്ചതായാണ് അനുമാനം.
ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ശിലാഫലകങ്ങളിൽ കുലോത്തുംഗ ചോഴ വളനാട്, രാജേന്ദ്ര ചോഴ ചതുർവേദി മംഗലം എന്നിങ്ങനെയാണ് ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ചുവരുകളിൽ ഒന്നിൽ സെമ്പിയൻ മാദേവി ഭഗവാനെ പൂജിക്കുന്ന ശില്പം ഭക്തർക്ക് ദർശിക്കാം. 2014 ആണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. പ്രവേശന കവാടം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ. വലതുഭാഗത്താണ് അമ്പാൾ സന്നിധി. നാദശർമ്മ, അനവിദ്യ ദമ്പതികൾക്ക് ഒരു ചെറിയ പെൺകുട്ടിയായി ദർശനം കൊടുത്ത ദേവിയാണിത്. ദേവി പ്രത്യേകം സന്നിധിയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ ഒരു കാൽ മുന്നോട്ടെടുത്ത് വെച്ച് തെക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. സന്നിധിക്ക് എതിരിൽ സ്ത്രീകൾക്ക് മംഗല്യബലം നൽകുന്നതും യമഭയം നീക്കുന്നതുമായ കുങ്കിലിയകുണ്ടം. സ്ത്രീകൾ ഈ കുണ്ടത്തിൽ കുങ്കിലിയപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാന കരുവറയിൽ ശ്രീ പരമേശ്വരൻ ചക്രവാകേശ്വരർ എന്ന നാമത്തിൽ സ്വർണ്ണനാഗം കുടപിടിച്ചു നിൽക്കെ കിഴക്ക് ദർശനമായി സ്വയംഭൂ ശിവലിംഗമായി അരുൾ ചൊരിയുന്നു. ഭഗവാൻ തന്നെ ഇവിടെ നവഗ്രഹ നായകനാകിയാൽ ക്ഷേത്രത്തിൽ പ്രത്യേകം നവഗ്രഹ സന്നിധിയില്ല. ബ്രാഹ്മിയും ചക്രവാക പക്ഷിയും ഭഗവാനെ പൂജിക്കുന്ന ശില്പങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. വിവാഹ സന്താന തടസ്സങ്ങളും സ്ത്രീകൾക്കുള്ള ഏതുവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം അരുളുന്ന സന്നിധിയാണിത്. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, 5 തലയുള്ള നാഗം കുടപിടിച്ചിരിക്കുന്നതിന് കീഴെ വ്യത്യസ്ത രൂപത്തിലിരിക്കുന്ന ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, സുബ്രഹ്മണ്യർ, മഹാമണ്ഡപത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൈരവർ, നാൽവർ, ബാണലിംഗം, ദണ്ഡായുധപാണി എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം കാവേരി നദി, കാകതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി എന്നീ പ്രധാന ദിവസങ്ങൾ കൂടാതെ പങ്കുനി ഉത്രം, മാർഗഴി തിരുവാതിര, ശിവരാത്രി, ഐപ്പശി അന്നാഭിഷേകം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 8 മണി മുതൽ രാവിലെ 9 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തഞ്ചാവൂരിൽ നിന്ന് 15 കിലോമീറ്റർ, പാപനാശത്ത് നിന്ന് 12 കിലോമീറ്റർ, അയ്യമ്പേട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അയ്യമ്പേട്ട, തഞ്ചാവൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.